വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, KSRTC സ്റ്റേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിവാദമായിരിക്കുന്ന ബസ് ഇതാണ്. ഈ ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാണ് യദു കൃഷ്ണൻ എന്ന KSRTC ഡ്രൈവർ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നത് എന്ന തരത്തിൽ മേയർ തന്നെ കഴിഞ്ഞ ദിവസം പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബസ്സിലെ കൃത്യമായ ദൃശ്യങ്ങൾ ബസ്സിനുള്ളിൽ നിന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി കന്റോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബസ്സിനുള്ളിൽ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ബസ്സിനുള്ളിൽ നിന്ന് DVR കണ്ടെത്തിയത്. പക്ഷേ അത് കണ്ടെത്തിയെങ്കിലും അതിനുള്ളിൽ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബസ്സിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല. DVRൽ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇതിന് ഉള്ളിൽ നിന്ന് അതുമായി കണക്ട് ചെയ്ത മുഴുവൻ ഉപകരണങ്ങളും കൃത്യമായി തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. പക്ഷേ മെമ്മറി കാർഡ് ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ബസ്സിനുള്ളിൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചത്, ആ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട ഓഡിയോ ഇതടക്കം കൃത്യമായി ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പരിശോധന. പക്ഷേ അതൊന്നും നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിയില്ല. മെമ്മറി കാർഡ് ആരോ മാറ്റിയിരിക്കുന്നതായാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നിലവിൽ എന്തെങ്കിലും കണ്ടെത്തുള്ളൂ? മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഇനി എന്തായിരിക്കും ചെയ്യുന്നത്? ശാസ്ത്രീയമായ പരിശോധനയാണോ? അല്ല, മെമ്മറി കാർഡിലാണ് ശാസ്ത്രീയമായ വിശോധന നടത്തുന്നത്. അപ്പൊ അതിൽ തുടർ നടപടി അപ്പൊ എങ്ങനെയായിരിക്കും? പരിശോധിക്കാം. ഈ ഡോറ് തുറന്നാണ് ഡ്രൈവർ യദു കൃഷ്ണനുമായി ആര്യ രാജേന്ദ്രൻ ഒപ്പമുണ്ടായിരുന്ന സഹോദരനും അതോടൊപ്പം തന്നെ ഭർത്താവും തർക്കിച്ചത് എന്നാണ് വിശദീകരണം. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന യദു കൃഷ്ണനുമായി അവർ തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് കവറുകൾ, അതായത് അത് ലഹരിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ യദുവിനെതിരെ നടന്നു. പക്ഷേ ലഹരിയല്ല, അത് കടലയും ബിസ്ക്കറ്റുമാണ് എന്ന വിശദീകരണവുമായി യദു തന്നെ ഇന്ന് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾക്കും വാക്പോരികൾക്കും ഒക്കെ ഇടയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഈ ബസ് അതിനുള്ളിൽ കയറി ഇതിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം അവിടെ നിന്ന് ഊരി മാറ്റിക്കൊണ്ട് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ബസ്സിനുള്ളിലെ DVR വിശദമായി പരിശോധിക്കുന്നതിനിടയിലാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വാക്കുതർക്കം ഉണ്ടായി എന്ന കാര്യം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ തർക്കത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച അവ്യക്തതയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ തനിക്കെതിരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായ പ്രതികരണവുമായാണ് മേയർ ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ ഈ സംഭവ സമയത്ത് ബസ്സിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന CCTV നിന്ന് റോ വിഷ്വൽസ് കൃത്യമായി പരിശോധിക്കുന്നതിന്റെ ഭാഗമായി പിടിച്ചെടുക്കുന്നതിന്റെ നീക്കമാണ് പോലീസ് നടത്തിയത്. പക്ഷേ ആ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ആ മെമ്മറി കാർഡ് അത് സ്വാഭാവികമായി എഡിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വല്ലതും കാര്യങ്ങൾ മാറിയാൽ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് നിർണായകമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലെ പരിശോധനയിൽ ഉണ്ടായിരിക്കുന്നത്. മെമ്മറി കാർഡ് ലഭിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമായി മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളായിരുന്നു. പക്ഷേ നിലവിലെ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ആ മെമ്മറി കാർഡ് അവിടെ നിന്ന് ഇളക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി ഉയരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, സംഭവമുണ്ടായി ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ DVR നേരത്തെ പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായില്ല? DVRനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് ആരെങ്കിലും ഊരി മാറ്റുന്നതിന് മുമ്പ് തന്നെ ആ പരിശോധനകൾ നടത്താൻ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരും. അതിനിടയിലാണ് ഈ സംഭവം ഈ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വലിയ വാക്പോരിലേക്കും തർക്കങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ കടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ബസ്സിനുള്ളിൽ വിശദമായ പരിശോധനകളുടെ ഭാഗമായി പോലീസിന്റെ സംഘം എത്തിയത്. ആ പരിശോധന നടത്തിയെങ്കിലും നിലവിൽ ഈ മെമ്മറി കാർഡ് DVRനുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. KSRTC മാനേജ്മെന്റ് ഇന്റേണൽ എൻക്വയറി സ്വാഭാവികമായി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ പരിശോധന നടത്താൻ വൈകിയത് എന്ന ചോദ്യമുണ്ട്. അത് തന്നെയാണ് ഈ നിലവിൽ ഈ സംഭവം വിവാദമാക്കിയിരിക്കുന്നത്. കാരണം 4-5 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ തർക്കം ഉണ്ടായിട്ട്. പക്ഷേ സ്വാഭാവികമായി ഇതിനുള്ളിൽ അപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കേസിൽ നിർണായകമാകുക എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുമാണ്. പക്ഷേ ഇത്രയധികം ദിവസമായിട്ടും ഈ സംഭവം ഇത്തരത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ മെമ്മറി കാർഡോ DVR
എഞ്ചിനീയർ നേരത്തെ പരിശോധിക്കാൻ തയ്യാറായില്ല എന്ന വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലൊരു പരിശോധനയുമായി ബന്ധപ്പെട്ട പോലീസ് ഈ ബസ്സിനുള്ളിൽ അതിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. പക്ഷേ അത്തരത്തിൽ പരിശോധനകൾ നടത്തിയെങ്കിലും അവിടെ നിന്ന് DVR മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം. അവിടെ അതിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി ആരോ അത് ഇളക്കി മാറ്റിയതാണ്. അതല്ല അതിനെ കണ്ടെത്തിയാൽ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണ് ആ സമയത്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകത്തില്ല. അങ്ങനെ വ്യക്തത ഉണ്ടായാൽ മാത്രമേ പോലീസിന് മേയറുടെ വാദം സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ.